PR ശ്രീജേഷിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒളിമ്പിക് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. ഒളിമ്പിക് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. ഇതിനു മുന്നേ 1972 മാനുവൽ ഫെഡറിക്കിനാണ് ഒളിമ്പിക് മെഡൽ കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. 49 വർഷത്തിന് ശേഷമാണ് ഗോൾ കീപ്പർ PR ശ്രീജേഷിലൂടെ കേരളത്തിൽ ഒളിമ്പിക് മെഡൽ ലഭിക്കുന്നത്. അപ്പോൾ ഒളിമ്പിക് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. ആദ്യത്തെ മലയാളി അപ്പോൾ ആരാണ്? 1972 ലഭിച്ച മാനുവൽ ഫെഡറിക്ക്. ഒളിമ്പിക് മെഡൽ ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്, എന്നറിയപ്പെടുന്ന ഹോക്കി താരമാണ് PR ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ. പിന്നെ PR ശ്രീജേഷിൻ്റെ ലഭിച്ച പുരസ്കാരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. 2015 അർജുന അവാർഡ് ലഭിച്ചു. 2015 അർജുന അവാർഡ്. 2017 പത്മശ്രീ. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന. അതുപോലെ 2021 തന്നെ വേൾഡ് ഗെയിംസ് അത്ലറ്റിക് ഓഫ് ദ ഇയർ ലഭിച്ചു. വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് 2021 തന്നെയാണ്. അപ്പോൾ ഒളിമ്പിക് മെഡൽ ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. ആദ്യം ലഭിച്ചത് 1972 മാനുവൽ ഫെഡറിക്കിനാണ്. PR ശ്രീജേഷിന് ലഭിച്ച പുരസ്കാരങ്ങളാണ് 2015 അർജുന അവാർഡ്, 2017 പത്മശ്രീ. 2015 അർജുന അവാർഡ്, 2017 PR ശ്രീജേഷിന് പത്മശ്രീ ലഭിച്ചു. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ചു. 2021 തന്നെ വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരവും ലഭിച്ചു. പിന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണ് PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി 2016 റിയോ ഒളിമ്പിക്സിലാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളിയാണ് PR ശ്രീജേഷ്. ഓക്കെ.